ഹായ്, ഏവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട പാസീവ് എന്ന് വിളിക്കുന്ന വാചകങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരിയേറെ ഉപയോഗിക്കുന്നതാണ് ഈ പാസീവ് വാചകങ്ങൾ. ആദ്യമേ അത് മനസ്സിലാക്കണം. ഷുഡ് എന്ന വാക്കിന്റെ പാസീവ് വാചകങ്ങളാണ് നമ്മൾ കഴിഞ്ഞ 4 ക്ലാസ്സുകളിൽ കണ്ടത്. പി എന്ന് എഴുതിയിരിക്കുന്നത് പാസീവ് എന്നത് ഉദ്ദേശിച്ചാണ്. ഷുഡ് എന്നതിന്റെ പാസീവ് കിട്ടുന്നത് സബ്ജക്റ്റ്, അതിൻ്റെ കൂടെ ഷുഡ് ഉപയോഗിക്കും, അതിലൂടെ ബി എന്ന വെർബ്, ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെർബ് നമ്മൾ വിശദമായിട്ട് കണ്ടിട്ടുള്ളതാണ്. ആ വെർബ് ഇവിടെ വയ്ക്കും. പിന്നെ വെർബിന്റെ ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം PP ഫോം വയ്ക്കും. ആദ്യമേ പാസീവ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഐ ഷുഡ് ചൂസ്, ഞാൻ തിരഞ്ഞെടുക്കണം. ഇത് നമ്മൾ ആദ്യം കണ്ടതാണ്. അതിന്റെ പാസീവ് എന്നെ തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെടണം, എന്നെ തിരഞ്ഞെടുക്കണം. ഐ ഷുഡ് ബി ചോസൺ, ഐ ഷുഡ് ബി ചോസൺ. ഇത് നമ്മൾ കാണുകയുണ്ടായി 4 ക്ലാസ്സുകൾ. എൻ്റെ ചോദ്യം നെഗറ്റീവ് ചോദ്യം കണ്ടു. അത് പ്രാക്ടീസ് ചെയ്യണം. ആദ്യമേ പാസീവ് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. കാരണം ഒത്തിരി സ്റ്റുഡൻസ് തെറ്റായിട്ട് ധരിച്ചിരിക്കുകയാണ്. പാസീവ് എന്ന് പറയുന്നത് ഞാൻ തിരഞ്ഞെടുക്കപ്പെടണം, അല്ലെങ്കിൽ അവൻ കൊല്ലപ്പെട്ടു, ഇങ്ങനെ പറയുന്നതാണ് പാസീവ് എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അത് ശരിയാണ്, അത് പാസീവ് ആണ്. പക്ഷെ മലയാളത്തിൽ നമുക്ക് വേറെ രീതിയിലും പാസീവ് പറയും. അവൻ കൊല്ലപ്പെട്ടു, അവനെ കൊന്നു. അവൻ വധിക്കപ്പെട്ടു, അവനെ വധിച്ചു. രണ്ടും പാസീവാ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. 4 വാചകങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. അതുപോലെ എല്ലാ ദിവസവും പാസീവില് പറയാൻ സാധിക്കില്ല എന്ന് നമ്മൾ കാണുകയുണ്ടായി. എപ്പോഴും പാസീവില് ഈ ഫോമേ ഉപയോഗിക്കൂ. അതുകൊണ്ട് ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അറിഞ്ഞിരിക്കണം. ഈ ക്ലാസ്സിൽ നമ്മൾ കാണുന്നത് ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ വേർഡ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ചോദ്യം ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രത്യേക വാക്കുകൾ. വെൻ എപ്പോൾ, വേർ എവിടെ, വൈ എന്തുകൊണ്ട്, ഹൗ എങ്ങനെ, ഹു ആര്, വാട്ട് എന്ത്. ഇത് വെച്ച് നമ്മൾ ചോദ്യം ഉണ്ടാക്കിയാണ്. ചോദ്യം ഉണ്ടാക്കുന്ന രീതി നമുക്കറിയാം. വെർബിന്റെ ആദ്യ ഭാഗം മുന്നിലുണ്ടാകണം. നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അത് തന്നെ ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്നു. നമുക്ക് വാചകങ്ങൾ നോക്കാം. വെൻ ഷുഡ് ഐ ബി ചോസൺ, വെൻ ഷുഡ് ഐ ബി ചോസൺ, വെൻ ഷുഡ് ഐ ബി ചോസൺ, വെൻ ഷുഡ് ഐ ബി ചോസൺ. എന്നെ എപ്പോൾ തിരഞ്ഞെടുക്കണം, എന്നെ എപ്പോൾ തിരഞ്ഞെടുക്കണം. വെൻ ഷുഡ് ഐ ബി ചോസൺ. വെൻ ഷുഡ് ഐ ബി സെൻഡ്, എന്നെ എപ്പോൾ അയക്കണം. ഈ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അടുത്തത് വേർ വെച്ച് എവിടെ. വേർ ഷുഡ് ഐ ബി ചോസൺ, വേർ ഷുഡ് ഐ ബി ചോസൺ. എന്നെ എവിടെ തിരഞ്ഞെടുക്കണം. അത് അത്രയ്ക്ക് അർത്ഥമുള്ള വാചകമല്ല. അതുകൊണ്ട് നമ്മൾ അടുത്തത് നോക്കാം. വേർ ഷുഡ് ഐ ബി സെൻഡ്, അത് കുഴപ്പമില്ല. വേർ ഷുഡ് ഐ ബി സെൻഡ്, എന്നെ എവിടെ അയക്കണം, അല്ലെങ്കിൽ എവിടെ എന്നെ അയക്കണം. അത് പാസീവാ. വേർ ഷുഡ് ഐ ബി സെൻഡ്, എവിടെ എന്നെ അയക്കണം. ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക. അർത്ഥമില്ല എന്ന് തോന്നുന്ന വാചകങ്ങൾ ഉപേക്ഷിക്കുക. ഓക്കെ. വൈ വെച്ച് വൈ ഷുഡ് ഐ ബി ചോസൺ, വൈ ഷുഡ് ഐ ബി ചോസൺ. എന്നെ എന്തിന് തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ എന്തിന് എന്നെ തിരഞ്ഞെടുക്കണം. വൈ ഷുഡ് ഐ ബി ചോസൺ, വൈ ഷുഡ് ഐ ബി ചോസൺ. വൈ ഷുഡ് ഐ ബി സെൻഡ്, എന്നെ എന്തിന് അയക്കണം. വൈ ഷുഡ് ഐ ബി സെൻഡ്, എന്നെ എന്തിന് അയക്കണം, അല്ലെങ്കിൽ എന്തിന് എന്നെ അയക്കണം. കാരണം ചോദിക്കുകയാണ്. അതുപോലെ പ്രാക്ടീസ് ചെയ്യുക. അടുത്തത് ഹൗ വെച്ച് എങ്ങനെ. ഹൗ ഷുഡ് ഐ ബി ചോസൺ, ഹൗ ഷുഡ് ഐ ബി ചോസൺ. എന്നെ എങ്ങനെ തിരഞ്ഞെടുക്കണം. ഹൗ ഷുഡ് ഐ ബി സെൻഡ്, ഹൗ ഷുഡ് ഐ ബി സെൻഡ്. എന്നെ എങ്ങനെ അയക്കണം, എങ്ങനെ എന്നെ അയക്കണം. ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. അർത്ഥമില്ല എന്ന് തോന്നുന്ന വാചകങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട. ഓക്കെ. ഇതുപോലെ തന്നെ വിയും യു എല്ലാം പ്രാക്ടീസ് ചെയ്യാം. എപ്പോഴും ശ്രദ്ധിക്കണം. അർത്ഥമില്ല എന്ന് തോന്നുന്ന വാചകങ്ങളാണെങ്കിൽ വിട്ടേക്കുക. നമ്മളിത് അർത്ഥം മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യാൻ നോക്ക്. ഓക്കെ. ഹി വെച്ച് നോക്കാം. വെൻ ഷുഡ് ഹി ബി ചോസൺ, വെൻ ഷുഡ് ഹി ബി ചോസൺ, വെൻ ഷുഡ് ഹി ബി ചോസൺ. ഒഴുക്ക് കിട്ടണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം. വെൻ ഷുഡ് ഹി ബി ചോസൺ, എപ്പോൾ അവനെ തിരഞ്ഞെടുക്കണം, എപ്പോൾ അവനെ തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ അവനെ എപ്പോൾ തിരഞ്ഞെടുക്കണം. വെൻ ഷുഡ് ഹി ബി സെൻഡ്, വെൻ ഷുഡ് ഹി ബി സെൻഡ്. അവനെ എപ്പോൾ അയക്കണം. വെൻ ഷുഡ് ഹി ബി ടോട്ട്, അവനെ എപ്പോൾ പഠിപ്പിക്കണം. വെൻ ഷുഡ് ഹി ബി ഹെൽപ്ഡ്, അവനെ എപ്പോൾ സഹായിക്കണം. വെൻ ഷുഡ് ഹി ബി ഹെൽപ്ഡ്, വെൻ ഷുഡ് ഹി ബി ഹെൽപ്ഡ്.
എപ്പോൾ അവനെ സഹായിക്കണം. ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. വേർ വെച്ച് എവിടെ, വേർ ഷുഡ് ഹി ബി ചോസൺ, വേർ ഷുഡ് ഹി ബി ചോസൺ, എവിടെ അവനെ തെരഞ്ഞെടുക്കണം. അത് സുഖമുള്ള വാചകമല്ല അല്ലെ. വേർ ഷുഡ് ഹി ബി സെൻഡ്, വേർ ഷുഡ് ഹി ബി സെൻഡ്, വേർ ഷുഡ് ഹി ബി സെൻഡ്, അവനെ എവിടെ അയക്കണം. അത് കുഴപ്പമില്ല. എവിടെ അവനെ അയക്കണം അല്ലെങ്കിൽ അവനെ എവിടെ അയക്കണം. വേർ ഷുഡ് ഹി ബി സെൻഡ്, വേർ ഷുഡ് ഹി ബി സെൻഡ്, വേർ ഷുഡ് ഹി ബി ടോട്ട്, അവനെ എവിടെ പഠിപ്പിക്കണം. വേർ ഷുഡ് ഹി ബി ടോട്ട്. അതുപോലെ പ്രാക്ടീസ് ചെയ്യുക. അർത്ഥമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കണേ. അടുത്തത് വൈ. Why should he be chosen? Why should he be chosen? Why should he be chosen? എന്തിന് അവനെ തെരഞ്ഞെടുക്കണം. നല്ലൊരു ചോദ്യം. Why should he be chosen? എന്തിന് അവനെ തെരഞ്ഞെടുക്കണം. Why should he be chosen? Why should he be chosen? എന്തിന് അവനെ തെരഞ്ഞെടുക്കണം. അതാ പാസീവ്. Why should he be sent? Why should he be sent? Why should he be sent? എന്തിന് അവനെ അയക്കണം അല്ലെങ്കിൽ അവനെ എന്തിന് അയക്കണം. കാരണം ചോദിക്കണേ. അതുപോലെ പ്രാക്ടീസ് ചെയ്യുക. അടുത്തത് ഹൗ, എങ്ങനെ. ഹൗ ഷുഡ് ഹി ബി ചോസൺ, ഹൗ ഷുഡ് ഹി ബി ചോസൺ, എങ്ങനെ അവനെ തെരഞ്ഞെടുക്കണം. ഹൗ ഷുഡ് ഹി ബി ചോസൺ, അവനെ എങ്ങനെ തെരഞ്ഞെടുക്കണം. ഹൗ ഷുഡ് ഹി ബി സെൻഡ്, ഹൗ ഷുഡ് ഹി ബി സെൻഡ്, ഹൗ ഷുഡ് ഹി ബി സെൻഡ്, എങ്ങനെ അവനെ അയക്കണം, എങ്ങനെ അവനെ അയക്കണം. അവൻ അയക്കണം അല്ല, അവനെ അയക്കണം. ഇതുപോലെ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താലേ ഒഴുക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ കിടന്ന് തപ്പും ഇല്ലേ. ഇതുപോലെ ഷീ വെച്ച് ദേ വെച്ചൊക്കെ പ്രാക്ടീസ് ചെയ്യുക. നീ ഇവിടെ നോക്ക്. ഹൂ ഷുഡ് ബി ചോസൺ, ആരെ തെരഞ്ഞെടുക്കണം. ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കും. ഹൂ ഷുഡ് ബി ചോസൺ, ഹൂ ഷുഡ് ബി ചോസൺ. ഹും ഷുഡ് ബി എന്നല്ല പറയണത്. ഹൂ ഷുഡ് ബി ചോസൺ, ആരെ തെരഞ്ഞെടുക്കണം. ഹൂ ഷുഡ് ബി ചോസൺ, ആരെ തെരഞ്ഞെടുക്കണം. ആരെ അയക്കണം. ഹൂ ഷുഡ് ബി സെൻഡ്, ഹൂ ഷുഡ് ബി സെൻഡ്, ആരെ അയക്കണം. ഹൂ ഷുഡ് ബി ടോട്ട്, ആരെ പഠിപ്പിക്കണം. ആരെ പഠിപ്പിക്കണം. ഹൂ ഷുഡ് ടീച്ച്, ഹൂ ഷുഡ് ടീച്ച്, ആരെ പഠിപ്പിക്കണം. ഹൂ ഷുഡ് ബി ടോട്ട്, അത് പാസീവാ. ഓക്കെ. അതുപോലെ പ്രാക്ടീസ് ചെയ്യുക. വാട്ട്, വാട്ട് ഷുഡ് ബി ചോസൺ, എന്ത് തിരഞ്ഞെടുക്കണം. എന്തിനെ തിരഞ്ഞെടുക്കണമെന്ന് നമ്മൾ മലയാളത്തിൽ പറയാറില്ല. എന്ത് തിരഞ്ഞെടുക്കണം. വാട്ട് ഷുഡ് ബി ചോസൺ, വാട്ട് ഷുഡ് ബി ചോസൺ. എന്തയക്കണം. വാട്ട് ഷുഡ് ബി സെൻഡ്, എന്തിനയക്കണം എന്ന് പറയില്ല. വാട്ട് ഷുഡ് ബി സെൻഡ്, എന്തയക്കണം. വാട്ട് ഷുഡ് ബി ടോട്ട്, എന്ത് പഠിപ്പിക്കണം. ഇന്ന് എനിക്കൊരു ക്ലാസ് ഉണ്ട്, എന്ത് പഠിപ്പിക്കണം. വാട്ട് ഷുഡ് ബി ടോട്ട്, പാസീവാ. വാട്ട് ഷുഡ് ബി ഹെൽപ്ഡ്, അത് അർത്ഥമുള്ള വാചകമല്ല. വാട്ട് ഷുഡ് ബി ലെറ്റ്, അത് അർത്ഥമുള്ള വാചകമല്ല. വാട്ട് ഷുഡ് ബി പണിഷ്ഡ്, അത് അർത്ഥമുള്ള വാചകമല്ല. ഹൂ ഷുഡ് ബി പണിഷ്ഡ്, ഹൂ ഷുഡ് ബി ലെഡ്, ഹൂ ഷുഡ് ബി ഹെൽപ്ഡ്, അത് കുഴപ്പമില്ല. പ്രാക്ടീസ് ചെയ്യുമ്പോഴേ അർത്ഥമുള്ള വാചകമാണെന്ന് എപ്പോഴും ശ്രദ്ധിക്കണം. ഈ പാസീവ് മനസ്സിലാകാൻ നോക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്, ഒത്തിരി ഉപയോഗിക്കുന്നതാണ് ഇംഗ്ലീഷിൽ. അപ്പൊ അത് ആദ്യം എന്താണെന്ന് ഗ്രഹിക്കണം. പലപ്പോഴും സ്റ്റുഡൻസിനെ ഞാൻ കണ്ടിട്ടുള്ളത് ഒരു പാസീവ് എന്താണെന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല. ഓക്കെ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യേണ്ട രീതി അറിയാം. ആദ്യം മലയാളം പറഞ്ഞ് അതിന്റെ ഇംഗ്ലീഷ് പറയുക. രണ്ടുപേരും ഒരുമിച്ചിരുന്നാൽ തെറ്റുപറ്റിയെ തിരുത്താൻ പറ്റും, ബോറടിക്കുകയില്ല. ഈ വെബ്സിന്റെ ലിസ്റ്റ് ഉണ്ട്, കുറച്ച് വെബ്സ് എല്ലാ ദിവസവും ലിസ്റ്റ് ചെയ്യുന്ന പഠിക്കുക. അതുപോലെ പുതിയ വെബ്സും പഠിക്കണം. പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ, അർത്ഥ ഉച്ചാരണമൊക്കെ പഠിക്കുക. ധാരാളം ഇംഗ്ലീഷ് വാക്കുകൾ അറിയാമെങ്കിൽ വളരെ എളുപ്പത്തിൽ സുഗമമായി ഭംഗിയായിട്ട് ഇംഗ്ലീഷ് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇംഗ്ലീഷ്, സിമ്പിൾ ഇംഗ്ലീഷ് കഥകളൊക്കെ വായിച്ചു നോക്കുക. നമ്മുടെ ഈ പാസീവ് ആശാനെ നമ്മൾ ചിലപ്പോൾ ആ കഥകളിൽ കാണും. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. എളുപ്പമാണ്, പ്രാക്ടീസ് ചെയ്താലും വളരെ എളുപ്പമാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ.
നമ്മൾ ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റും ഉണ്ട് റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാണ്. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഡി, ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. ഇന്ന് നമ്മൾ കാണുന്നത് വെർബുകളുടെ ലിസ്റ്റിലെ 15ാമത്തെ ലിസ്റ്റ് ആണ്. വെർബുകളിലെ ഫോംസില് 4 ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കാരണം ഇവ ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിലെ ടെൻസുകളും മറ്റൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 ഫോം അറിയാതെ നമുക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് കറക്റ്റ് ആയിട്ട് സംസാരിക്കാനോ എഴുതാനോ സാധിക്കില്ല. മറ്റൊന്നുള്ളത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെയാണ് ഇംഗ്ലീഷില്. ഒരു വെർബ് ബി ഒഴിച്ച് നമ്മൾ നേരത്തെ കണ്ടു. എന്നാൽ അർത്ഥം വ്യത്യാസമുണ്ട്. മറ്റൊന്ന് പ്രസന്റ് ഫോമിന് പ്ലൂറലും ഉണ്ട് സിംഗുലറും ഉണ്ട്. സാധാരണ എസ് എന്ന് കൂട്ടിച്ചേർക്കുമ്പോഴാണ് സിംഗുലർ ആകുന്നത്. ആ ലിസ്റ്റിൽ ആദ്യം കാണുക, പ്രസന്റ് ഫോമിൽ ആദ്യം കാണുന്നത് പ്ലൂറലാണ്, രണ്ടാമത്തേതാണ് സിംഗുലർ. അർത്ഥം ഒന്ന് തന്നെയാണ്. അപ്പൊ നമ്മൾ 3 ഫോമേ പഠിക്കുള്ളൂ: പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. തുടങ്ങാം. Lie, lay, lain, see, saw, seen, speak, spoke, spoken, steal, stole, stolen, wear, wore, worn, write, wrote, written. ഈ വെർബുകളുടെ പ്രത്യേകത എന്താണ്? ഇത് മൂന്ന് രീതിയിലാണ് അല്ലെ. പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും വെവ്വേറെ രീതിയിലാണ്. ഇനി അടുത്തുള്ള ഇനിയുള്ള വെർബ്സ് ഒക്കെ നമ്മൾ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ്. ഓക്കെ, നമുക്ക് കാണാം. afford, afforded, afforded, annoy, annoyed, annoyed, attach, attached, attached, alert, alerted, alerted,
upload, uploaded, uploaded, attend, attended, attended, cow, cowed, cowed, cost, 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 check, checked, checked, cuff, cuffed, cuffed, dare, dared, dared, depend, depended, depended, expand, expanded, expanded, fade, faded, faded, fetch, fetched, fetched, float, floated, floated, fix, fixed, fixed, guard, guarded, guarded, identify, identified, identified, interrupt, interrupted, interrupted, introduce, introduced, introduced, knit, knit, knit. അതിന് knitted, knitted എന്നും കൂടിയുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. multiply, multiplied, multiplied. ഈ വെർബുകളൊക്കെ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകൾ ലിസ്റ്റിൽപ്പെട്ടതാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ചിലതിലൊക്കെ സിംഗുലർ ആകുമ്പോൾ വെറുതെ എസ് ആയിരിക്കില്ല, സ്പെല്ലിങ്ങിലൊക്കെ ചിലപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ടാവും. അപ്പൊ എഴുതുമ്പോൾ കറക്റ്റ് ആയിട്ട് എഴുതാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളിലൊക്കെ ചിലപ്പോൾ അക്ഷരങ്ങൾ ഇരട്ടിച്ചിട്ടുണ്ടാവും, അതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.